ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു മൈമാസ് കിച്ചൺ. മാങ്ങ അച്ചാർ കൊണ്ട് വളരെ എളുപ്പവും വളരെ രുചികരവും ആർക്കും ഇഷ്ടപ്പെടുന്നതുമായ ഒരു ചാറ് കറിയാണ് നമ്മൾ ഇന്നിവിടെ തയ്യാറാക്കുന്നത്. നമ്മുടെ വീടുകളിലെല്ലാം തന്നെ മാങ്ങ അച്ചാർ കാണുമല്ലോ. മാങ്ങ അച്ചാർ തയ്യാറാക്കുന്ന വീഡിയോ ഞാൻ നേരത്തെ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. അതിൻ്റെ ലിങ്ക് ഞാൻ ഈ വീഡിയോയുടെ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട്. എല്ലാവരും ഒന്ന് നോക്കണം. അപ്പോൾ നമുക്കിത് എങ്ങനെയാണ് തയ്യാറാക്കുന്നതെന്ന് നോക്കാം. ഈ കറി തയ്യാറാക്കാൻ നമുക്ക് വളരെ കുറച്ച് ചേരുവകൾ മതി. ആദ്യം നമുക്ക് 8 ടേബിൾ സ്പൂൺ മാങ്ങാച്ചാർ എടുത്ത് വയ്ക്കാം. പിന്നെ നമുക്ക് അരമുറി തേങ്ങ വേണം. പിന്നെ 2 ചുവന്നുള്ളി ചെറുതായി അരിഞ്ഞത്, 2 ഉണക്കമുളക്, കറിവേപ്പില, കടുക്, പിന്നെ വെളിച്ചെണ്ണ. ഇനി തേങ്ങ അരച്ചിട്ട് നമുക്ക് പാല് പിഴിഞ്ഞെടുക്കാം. തേങ്ങ മിക്സിയുടെ ജാറിലേക്ക് ഇട്ടിട്ട് 1.5 ഗ്ലാസ് വെള്ളം ചേർത്ത് നന്നായിട്ട് അരച്ചെടുക്കാം. എന്നിട്ട് ഇതുപോലെ പാല് പിഴിഞ്ഞ് നമുക്ക് റെഡിയാക്കി വയ്ക്കാം. ഇനി അടുപ്പിലൊരു ചട്ടി വെച്ചിട്ട് അതിലേക്ക് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. പിന്നെ കടുകും കൂടി ചേർക്കാം. കടുക് ഇപ്പോൾ പൊട്ടിയിട്ടുണ്ട്. ഇനി നമുക്ക് അരിഞ്ഞു വെച്ചിരിക്കുന്ന ചുവന്നുള്ളിയും ഉണക്കമുളകും കറിവേപ്പിലയും കൂടി ചേർക്കാം. ഇനി ഒന്ന് ഇളക്കി കൊടുക്കാം. ഉള്ളി ഒന്ന് ചെറുതായിട്ട് നമുക്ക് മൂത്ത് കിട്ടണം. ഉള്ളി ബ്രൗൺ കളറിലേക്ക് ആകുമ്പോൾ നമുക്ക് മാങ്ങ അച്ചാറും കൂടി ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. ഇനി നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കണം. മാങ്ങ നമുക്കൊന്ന് വഴന്ന് കിട്ടണം. കുറച്ച് സമയം നമുക്ക് ഇതുപോലെ അടുപ്പിൽ വെച്ചാൽ മാങ്ങ നമുക്ക് വഴന്ന് കിട്ടിക്കോളും. ഇടയ്ക്ക് ഒന്ന് ഇളക്കിക്കൊണ്ടിരിക്കുക. ഇപ്പം നമുക്ക് മാങ്ങ വഴന്ന് റെഡിയായി കിട്ടിയിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമ്മൾ പിഴിഞ്ഞു വെച്ചിരിക്കുന്ന തേങ്ങാപ്പാലും കൂടി ചേർത്ത് കൊടുക്കാം. എന്നിട്ട് ഇതിലേക്ക് ഉപ്പും കൂടി ചേർക്കണം. അച്ചാറിന് നമ്മൾ ഉപ്പൊക്കെ ചേർത്തതാണ്, അതുകൊണ്ട് നമ്മൾ കുറച്ച് ഉപ്പ് ചേർത്ത് കൊടുത്താൽ മതി. ഇനി ഇളക്കിക്കൊണ്ടിരിക്കാം. തേങ്ങാപ്പാൽ തിളയ്ക്കാതെ നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കണം. കറി ഒന്ന് ചൂടായി വരുമ്പോഴത്തേക്ക് നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യാം. ഇപ്പം നമ്മുടെ മാങ്ങ അച്ചാർ കൊണ്ടുള്ള സ്വാദിഷ്ടമായ കറി തയ്യാറായിട്ടുണ്ട്. എല്ലാവരും ചെയ്ത് നോക്കണം. മാങ്ങ അച്ചാറിൽ നമ്മൾ ചേരുവകളെല്ലാം ചേർക്കുന്നത് കൊണ്ട് ഈ കറിക്ക് തീരെ കുറവ് ചേരുവകൾ മതി. എല്ലാവർക്കും ഈ വീഡിയോ ഇഷ്ടമായെന്ന് തന്നെ വിശ്വസിക്കുന്നു. നിങ്ങൾ ഈ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ദയവായി ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണം. താങ്ക്